അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുണ്യപ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആകാശയാത്ര 7-ാം ആകാശത്തിലെത്തി നിൽക്കുകയാണ്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തെയും കൊണ്ട് 7-ാം ആകാശത്തെത്തി. ആ സമയത്ത് അവിടെ ഒരു ഭവനം കാണുകയുണ്ടായി. ആ ഭവനത്തിൽ ചാരി നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന് സ്വാഗതമോദിയത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ മലക്കിനോട് ചോദിച്ചു അത്രേ, മാ ഹാദ, എന്താണ് ഈ കെട്ടിടം, ഇതെന്താണെന്ന് ചോദിച്ചപ്പോ, ഹാദ ബിനാ ഉൻബനാഹുല്ലാഹു ലിൽ മലായികത്തി യദ്ഖുലുഹു കുല്ല യൗമിൻ 70,000 മലക്കിൻ യുഖദ്ദിസൂനല്ലാഹ വയുസബ്ബിഹൂനഹു ലാ യഊദൂന ഫീഹി. ആകാശലോകത്ത് മലക്കുകൾക്ക് വേണ്ടി അള്ളാഹു പ്രത്യേകം സംവിധാനിച്ചു വെച്ചിരിക്കുന്ന ഒരു ഭവനം. ആ ഭവനത്തിൽ ഓരോ ദിവസവും 70,000 മലക്കുകൾ കയറി ഇറങ്ങും. ഒരു പ്രാവശ്യം കയറിയ ആള് ഖിയാമത്ത് നാൾ വരെ പിന്നെ കയറുകയില്ല. അത്രമേൽ ബാഹുല്യം ഉണ്ട് മലക്കുകൾക്ക്. അത്രത്തോളം പരിപാലിക്കപ്പെടുന്ന ഒരു ഭവനമാണ് ബൈത്തുൽ മഅമൂർ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു എന്നാണ് പറയുന്നത്. ഈ വിഷയം പരിശുദ്ധമായിരിക്കുന്ന ഖുർആനിലെ സൂറത്തു തൂറിൽ 4-ാമത്തെ ആയത്ത് വൽ ബൈത്തിൽ മഅമൂർ എന്നു പറയുന്ന ആയത്തിന്റെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നു കസീർ തങ്ങളും മറ്റു മുഫസ്സിരിങ്ങളും ഒക്കെ പറയുന്നത് അൽ ബൈത്തുല്ലദീ യുഅമ്മറു ബികസറതി ഗാശിയതിഹി, അധികരിച്ച് പരിപാലിക്കപ്പെടുന്ന ഒരു ഭവനം, അതാണ് ബൈത്തുൽ മഅമൂർ. ആ പേര് വരാനുള്ള കാരണം തന്നെ അതാണ്. സുമ്മിയൽ ബൈത്തുൽ മഅമൂർ ബിഹാദൽ ഇസ്മി ലിഅന്നഹു ബൈത്തുൻ ഫിസ് സമാഇ യുഅമ്മറു ബികസറതി ത്വായിഫീന വൽ ആകിഫീൻ. തവാഫ് ചെയ്യുന്നവരും ഇഅ്തികാഫ് ഇരിക്കുന്നവരുമായിക്കൊണ്ട് ഏതൊരു സമയത്തും പരിപാലനം അധികരിച്ച ഭവനമായതുകൊണ്ട് തന്നെ അമ്മറ യുഅമ്മിറു തഅമീർ എന്നതിൽ നിന്നും വന്ന ബൈത്തുൽ മഅമൂർ എന്ന ഇസ്മു കൊണ്ട് പേര് വെക്കപ്പെട്ടു എന്നാണ് തഫ്സീർ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഏതായിരുന്നാലും ഈ ഭവനത്തെ പരിചയപ്പെടുത്തുന്നത് അൽ ബൈത്തുൽ മഅമൂറു അസ്ഫലൽ അർഷി, അർഷിന്റെ നേരെ താഴെയാണുള്ളത്. എന്നാലോ ഭൂമിയിലുള്ള കഅബയോട് നേരിടുന്ന രൂപത്തിൽ. ഭൂമിയിൽ കഅബക്ക് മനുഷ്യർ എത്രത്തോളം ബഹുമാനം നൽകുന്നോ അതിനേക്കാൾ ബഹുമാനത്തോടെ ആകാശലോകത്തെ മലക്കുകൾ അതിനെ പരിപാലിക്കുന്നു. അതാണ് ബൈത്തുൽ മഅമൂർ. ഈ ബൈത്തുൽ മഅമൂറിന്റെ അടുത്ത് വെച്ചുകൊണ്ടാണ് പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാർദവമായി സ്വാഗതം ചെയ്തതും കുശലാന്വേഷണം നടത്തിയതും അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തതും. ഇനി ഇൻഷാ